യാമി യാമിയെ കാണെ ഒരു ചിരിയോടെ വന്ന് അവളെ ഇറുകെ കെട്ടിപ്പിടിക്കുന്നവനെ കാണെ ആ കാഴ്ച കാണാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത പോലെ പെട്ടെന്ന് മുഖം വെട്ടിച്ച് രുദ്രൻ ബാൽക്കണിയിലേക്ക് നടന്നു. സോറി സോറി യാമി, നീ എനിക്ക് പറയാനുള്ളത് കേൾക്ക് പ്ലീസ്. അവളോട് അത്രയും കെഞ്ചി അവൻ പറയുമ്പോൾ മറ്റെല്ലാം മറന്ന് അവന് പറയാനുള്ളത് കേൾക്കാനായി അവളുടെ മനസ്സൊരുങ്ങിയിരുന്നു. ബാൽക്കണിയിലേക്ക് നടന്നവൻ മെല്ലെ തിരിഞ്ഞ് അവരൊന്നുകൂടെ നോക്കിയതും പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുന്നതും അവന്റെ തോളിലടിച്ച് എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നവളെയും കാണെ ഒരു ദീർഘശ്വാസം എടുത്ത് വീണ്ടും മുന്നോട്ട് നടന്ന് ഒരു സിഗരറ്റ് കത്തിച്ച് വലിച്ചവൻ. അപ്പോഴും നെഞ്ചിൽ ഒരു വല്ലാത്ത ഭാരം പോലെ തോന്നി അവന്. കാര്യവും കാരണവും അറിയാത്ത ഒരു ഭാരം. ഇന്ന് തന്നെ പോണോ? ബാഗിലേക്ക് ഡ്രസ്സുകൾ അടുക്കി വെക്കുന്നതിന് നോക്കി അവനടുത്ത ചുമരിൽ ചാരി നിന്ന് ദേവപതി ചോദിച്ചു. പോണം. ഇപ്പൊ പോയാൽ മീറ്റിങ്ങിന് മുന്നേ ബാംഗ്ലൂരിൽ എത്താൻ പറ്റൂ. അവളെ നോക്കാതെ എന്തൊക്കെയോ ഫയലുകൾ നോക്കി അതെല്ലാം ബാഗിലേക്ക് വെക്കുന്നതിനിടെ പറഞ്ഞു. എന്ന് വരും? ഉള്ളിലെ വിങ്ങൽ അവനൊട്ടും അറിയരുതെന്നുണ്ടെങ്കിലും അവൻ തന്നെ തനിച്ചാക്കി പോകുവാണല്ലോ എന്നോർക്കെ അറിയാതെ ചോദിച്ചു പോയി ദേവ. അവളുടെ ആ ഒരൊറ്റ ചോദ്യം ചെയ്ത ജോലികൾ ഒരു നിമിഷം നിർത്തിവെച്ച് തലയുയർത്തി അവളെ നോക്കി ഋഷി. അവൻ തന്നെ നോക്കുന്നുണ്ടെന്നറിയാതെ അവനെ നോക്കാതെ മറ്റെങ്ങോട്ടോ നോട്ടം പായിച്ചവൾ. ഞാൻ വന്നിട്ട് എന്തിനാ? വഴക്ക് കൂടാനോ? അതോ എന്നെ കാണുന്നത് ദേഷ്യമാണെന്ന് പറഞ്ഞ് അകന്നു നിൽക്കാനോ? ആ കണ്ണിലെ വിഷാദം അവൻ കണ്ടില്ലെന്നടിച്ച് അവളെ നോക്കി ഗൗരവത്തോട് ചോദിച്ചതും ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു ദേവ. ഞാൻ വരാൻ എന്തായാലും ഒരാഴ്ച കഴിയും. ബാഗിലെല്ലാം വെച്ചു എന്ന് ഉറപ്പിച്ചു വരുത്തിയവൻ ബാഗിന്റെ സിബ് ഇടുന്നതിനിടെ അവളെ നോക്കി അലസമായി പറയേ. അതുവരെ ഞാൻ ഇവിടെ തനിച്ച് എങ്ങനെയാ? അവനെ നോക്കി പെട്ടെന്ന് അവളുടെ ചോദ്യം അവന്റെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞെങ്കിലും അത് അവൾ കാണാതെ മറച്ചു വെച്ചവൻ. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ അമ്മയെ കൂട്ടിന് വിളിച്ചോ, അല്ലെങ്കിൽ വീട്ടിൽ പൊക്കോ. ഞാൻ പോട്ടെ, ഇനി നിന്നാ വൈകും. അവിടെ എത്തിയിട്ട് വിളിക്കാം. പിടഞ്ഞു പോയൊരു ഹൃദയത്തോടെ നിൽക്കുന്നവളെ നോക്കി അവൻ പറഞ്ഞ് ബാഗും എടുത്ത് അല്പം മുന്നോട്ട് നടന്നു. ഞാനും കൂടെ വന്നോട്ടെ? വല്ലാത്തൊരു പ്രതീക്ഷയുടെ അവനെ നോക്കി അവൾ ചോദിക്കുമ്പോൾ ഇതുവരെ വാശി പിടിച്ചിരുന്ന ഹൃദയം അവന്റെ പ്രണയത്തിൽ തോറ്റു പോകുന്നവൾ അറിഞ്ഞു. എന്റെ കൂടെയോ? നെഞ്ചിൽ വിരവലിച്ച് ഒരു ചോദ്യം പോലെ അവളെ നോക്കി ഋഷി. ഉം അവനെ നോക്കാൻ വല്ലാത്തൊരു ചമ്മല് തോന്നിയ നിമിഷം ദേവിക്ക്. എന്തിന്? ഒറ്റപ്പുരികമുയർത്തിയൊരു ചോദ്യം പോലെ അവൻ ചോദിക്കുമ്പോഴും അവന്റെ ഹൃദയം അത്രയും സന്തോഷം കൊണ്ട് തുടിച്ചു പോകുന്നുണ്ടായിരുന്നു. ഒന്നിനുമില്ല. അവന്റെ നോട്ടവും ഭാവവും തന്നെ കളിയാക്കുകയാണെന്ന് തോന്നുന്നവും മുഖം വീർപ്പിച്ച് ചൊടിയോടെ അത്രയും പറഞ്ഞ് തിരിഞ്ഞു നടന്നും ആ കയ്യിൽ മുറുകെ പിടിച്ചവൻ അവന്റെ നെഞ്ചിലേക്ക് അവളെ വലിച്ചിട്ടിരുന്നു. ആ നെഞ്ചിലേക്ക് വീണവൾ മുഖങ്ങൾ ഉയർത്തി അവന്റെ കണ്ണിലേക്ക് നിമിഷം നേരം നോക്കിപ്പോയി. അവന്റെ മിഴികൾ തന്റെ മുഖത്താകെ വല്ലാത്തൊരു ഭാവത്തോടെ ഓടി നടക്കുകയാണ് എന്നറിയെ വല്ലാത്തൊരു നാണം അവളെ ഒന്നാകെ മൂടി. അവന്റെ ഗന്ധം തനിക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഹൃദയം വല്ലാതെ മിടിച്ചു പോകുന്നു. ചേർത്ത് പിടിക്കുന്ന ചുംബനങ്ങൾ തരുന്നതും ഇതാദ്യമല്ലെങ്കിലും ആ കണ്ണിൽ എന്നുമില്ലാത്ത മറ്റൊരു ഭാവമാണ് എന്നവൾക്കറിയാം. അവളുടെ മിഴികൾ അവനെ നോക്കാൻ കഴിയാതെ താഴ്ന്നു പോയതും താടിത്തുമ്പിൽ പിടിച്ച് അവളുടെ മുഖം തനിക്ക് നേരെയാക്കി ഋഷി ആ കണ്ണിലേക്ക് അത്രയും പ്രണയത്തോടെ നോക്കി. ഞാൻ നോക്കുന്നുണ്ടോ എന്നറിയാൻ നീ നോക്കുന്ന ഒരു നോട്ടമുണ്ടല്ലോ. ഒന്നും മിണ്ടിയില്ലെങ്കിലും ആ നോട്ടം മതി. നിന്റെ ഉള്ളിൽ ഇപ്പോഴും ഞാൻ നിറഞ്ഞു നിൽക്കുവാണെന്ന് എനിക്കറിയാൻ. പറയുന്നതിനൊപ്പം അവളെ ചുറ്റിപ്പിടിച്ചിരുന്ന അവന്റെ കൈ അവളുടെ ഇടുപ്പിൽ വല്ലാത്തൊരു മുറുക്കത്തോടെ മുറുകി. ഉണ്ണിയേട്ടാ! ഒരു സുഖമുള്ള നോളറിയെ അവന്റെ കയ്യിൽ കിടന്നവൾ അറിയാതെ എരിവ് വലിച്ചു. കുറെ കാലങ്ങൾക്ക് ശേഷം അവളുടെ നാവിൽ നിന്ന് ഉണ്ണിയേട്ട എന്ന് കേട്ടതും ഇത്രയും കാലം താൻ അടക്കി പിടിച്ചിരുന്ന ഒരു പ്രണയം ഹൃദയഭിത്തി പൊളിച്ച് പുറത്തേക്ക് വന്നു. അവൻ അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. എത്ര ചുംബിച്ചിട്ടും മതി വരാതെ വീണ്ടും വീണ്ടും ആ മുഖമാകെ അവന്റെ സ്നേഹമുദ്രകൾ പതിപ്പിച്ചുകൊണ്ടേയിരുന്നു. കണ്ണുകൾ മുറുകെ അടച്ച് അവന്റെ ഓരോ ചുംബനവും ഏറ്റുവാങ്ങുമ്പോൾ ആകെ തളർന്നു പോയവൾ അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചുപോയി. അവന്റെ ആ പ്രവൃത്തിയിൽ ആകെ പൂത്തുലഞ്ഞു പോയവളുടെ വിറയ്ക്കുന്ന ഇളം റോസ് നിറമുള്ള അതരങ്ങൾ അവൻ സ്വന്തമാക്കുമ്പോൾ അവിടെ അവനും അവന്റെ പ്രണയങ്ങളും മാത്രം. ഈ ലോകത്തിലെ മറ്റെന്തിനെ കുറിച്ചും ആ നിമിഷവൻ ചിന്തിച്ചിരുന്നില്ല. അവനെയും തടയാൻ പോലും ആവാതെ അവനോടുള്ള പിണക്കം പോലും മറന്ന് ഓർമ്മ വെച്ച കാലം മുതൽ താൻ കൊണ്ടു നടന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാവുന്നതിന്റെ ആദ്യ പടിയായിരുന്നു അത്. അവന്റെ പ്രണയം മുഴുവൻ അവൾക്കായി നൽകും പോലെ അവൻ അവളെ അത്രയും ചേർത്ത് പിടിച്ച് ഇറുകെ കെട്ടിപ്പിടിക്കുമ്പോൾ രണ്ടുപേരുടെ മനസ്സിലും ചുണ്ടിലും നിറഞ്ഞപ്പോൾ അത്രയും മനോഹരമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. വേഗം വരൂ? ഋഷിയുടെ കണ്ണിലേക്ക് നോക്കി ദേവ ചോദിക്കുമ്പോൾ അവനെ പിരിയുന്ന വിഷമം കൊണ്ടോ വിരഹഭാരം താങ്ങാൻ കഴിയാത്ത കൊണ്ടോ ആ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. വേഗം വരും. ജീവിക്കണ്ടേ നമുക്ക്? നമ്മൾ ആഗ്രഹിച്ച പോലെ ജീവിക്കണ്ടേ? അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്ത് ആ നെറ്റിയിൽ ചുംബിച്ച് ഋഷി പറയുമ്പോൾ അവന്റെ നെഞ്ചിലേക്ക് പതുങ്ങി ദേവ നിന്ന് തേങ്ങിപ്പോയി. മനസ്സിൽ അടക്കി വെച്ച പ്രണയം അവന് മുന്നിൽ തുറന്നു കാണിക്കാതെ വാശി കാണിച്ചു നിന്ന ദിനങ്ങൾ അവളെ നോക്കി പരിഹസിക്കും പോലെ തോന്നി ദേവയ്ക്ക്.
വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടരുത്. 2 ദിവസം, രണ്ടേ ദിവസം, അതിൽ കൂടുതലൊന്നും ഈ കുറുമ്പിപ്പെണ്ണിനെ കാണാതെ എനിക്കും വയ്യടോ. അവളുടെ മൂക്കിൻ തുമ്പിലെ മൂക്കുത്തിയിലും തട്ടി ഒരു കള്ളച്ചിരിയുടെ ഋഷി പറയുമ്പോൾ അവന്റെ നെഞ്ചിൽ പതിയെ തല്ലി അവൾ അവന്റെ നെഞ്ചിലേക്ക് പതുങ്ങി. ഉണ്ണിയേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എങ്ങനെ ഉണ്ണിയേട്ടാന്നോ? ഇതൊന്നും അല്ലായിരുന്നല്ലോ വിളിച്ചിരുന്നേ. ഇപ്പൊ എന്താ ഒരു പ്രത്യേക സ്നേഹം? ഏ? അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ച് കാതോരം ഒരു രഹസ്യം പോലെ അവൻ ചോദിച്ചതും, സ്നേഹമൊക്കെ എന്നുണ്ട്, പക്ഷെ അത് കാണിച്ച ഈ ഡോക്ടർ പണ്ടത്തെ പോലെ വീണ്ടും ജാട കാണിക്കും. അതുകൊണ്ട് ഞാൻ ഇത്തിരി ജാട കാണിച്ചു നിന്നത്. അവന്റെ മീശയൊന്ന് പിരിച്ചു വെച്ചു കൊടുത്തു. ദേവ പറഞ്ഞു, എടി പെണ്ണെ, ഞാൻ പോലീസല്ല, ഡോക്ടറാണ്. അവൾ പിരിച്ചു വെച്ച മീശ നേരെയാക്കി ഋഷി അവളെ കണ്ണു കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവനെ നോക്കി വേണ്ടുവോളം പുച്ഛം വാരി വിതറി ദേവ. ഉണ്ണിയേട്ടാ, ഞാനും കൂടെ. ബാക്കി പറയും മുന്നേ അവളുടെ ചുണ്ടിൽ ചൂണ്ടയിൽ വെച്ച് തടഞ്ഞു ഋഷി. കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ദേവ, ഇത് ഒഫീഷ്യൽ മീറ്റിംഗ് ആണ്. എനിക്ക് നിന്ന് തീരാൻ സമയമുണ്ടാവില്ല. ഈ 2 ദിവസം ഞാൻ ഫുൾ ബിസിയാവും. നിന്നെ റൂമിൽ തനിയിട്ടിട്ട് മീറ്റിങ്ങിനൊക്കെ പോയാൽ എനിക്ക് സമാധാനം ഉണ്ടില്ല. നീ തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ വരും. എന്നിട്ട് ഈ ടെൻഷനും തിരക്കും ഹോസ്പിറ്റലെല്ലാം മാറ്റിവെച്ച് നമുക്കൊരു യാത്ര പോണം. ഞാനും എന്റെ ദേവിയും മാത്രമുള്ള ഒരു സ്വപ്ന ലോകത്തേക്ക്. ഓക്കെ അല്ലേ? അവളുടെ കവളിലേക്ക് വീണ കുഞ്ഞു മുടികൾ മെല്ലെ ചെവിക്ക് പിറകിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അവൻ പറയുമ്പോൾ അത് സമ്മതിച്ച പോലെ ഒരു പുഞ്ചിരിയുടെ തലയാട്ടി അവൾ. ഇനി നിന്നാ വൈകും, പോട്ടെ. സന്തോഷായിട്ടിരിക്കുക, ഞാൻ വേഗം വരാം. അതും പറഞ്ഞ് ഒന്നുകൂടെ കവിളിലും തട്ടി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി അവൻ അവളോട് മിഴികൾ കൊണ്ട് യാത്ര പറഞ്ഞു പോകുമ്പോൾ അവൻ കണ്ണിൽ നിന്നും മറയും വരെ കൈവീശി കാണിച്ച് മുറ്റത്ത് അതേ നിൽപ്പ് നിന്നു. ദേവാ, ഞാനിപ്പോ പോവാ, എല്ലാം ശരിയാവും. എന്നിട്ട് ഞാൻ വരും നിന്നെ കാണാൻ. എന്നെ കുറിച്ച് ആലോചിച്ച് പേടിക്കണ്ട, നീ സേഫ് ആയിട്ട് ഇരിക്ക. അവനെ വിശ്വസിക്കാൻ പറ്റില്ലേ? ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഹരി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചന് അവളൊന്ന് പുഞ്ചിരിച്ച് കണ്ണുകൾ ചിമ്മി കാണിച്ചു. ഇതെല്ലാം ദൂരെ നോക്കി നിന്ന രുദ്രന് എന്തിനെന്ന് പോലും അറിയാത്തൊരു ദേഷ്യം ഉള്ളിൽ നുരഞ്ഞു പൊന്തി. നീ കരുതും പോലെ ഒന്നുമല്ല രുദ്ര. അവനൊരു പാവ. വീട്ടിലെ കഷ്ടപ്പാടും ദരിദ്രവും എല്ലാം ആയപ്പോ വേറെ വഴിയില്ലാത്ത കൊണ്ടാ അവൻ ഇവരുടെ ഗ്യാങ്ങിൽ ചേർന്നത്. എല്ലാം നിർത്തി നല്ലൊരു ജീവിതം ജീവിക്കാൻ നിന്നാ അവൻ. പക്ഷെ ഒരു തവണ ഇതിൽ അകപ്പെട്ടാൽ പിന്നെ ഒരിക്കലും അതിൽ നിന്ന് രക്ഷയില്ല. അവൻ എല്ലാരും കൂടി ട്രാപ്പ് ചെയ്താ. പേടിച്ചിട്ട് അവൻ ഇപ്പോഴും അയാളുടെ കൂടെ നടക്കുന്നത്. അല്ലെങ്കിൽ ചതിച്ചെന്നും പറഞ്ഞ് അയാളുടെ ആൾക്കാരും അവനെ അവന്റെ വീട്ടുകാരെ കൊല്ലും. ഹരി പോയിട്ടും ബാൽക്കണിയിലെ ബീൻ ബാഗിൽ ഇരിക്കുന്നവന്റെ അടുത്തേക്ക് വന്ന് യാമി പറയുമ്പോൾ അവളെന്ന് ദേഷ്യത്തോടെ നോക്കി രുദ്രൻ. അവൻ പറഞ്ഞതൊക്കെ നീ അങ്ങ് വെള്ളം തൊടാതെ വിഴുങ്ങിയാ മതി. എന്നെ അതിന് കിട്ടില്ല. നീ നിന്റെ മറ്റവനെ കെട്ടിപ്പിടിച്ച് ഇവിടെ നിന്നോ, ഞാൻ പോവാ നാട്ടിലേക്ക്. ബീൻ ബാഗിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്ക് നേരെ വിരലിച്ചുകൊണ്ട് പറഞ്ഞവൻ അകത്തേക്ക് നടക്കുമ്പോൾ അവന്റെ പിറകെ യാമിയും നടന്നു. ഞാനും വരാം. കാര്യങ്ങളൊക്കെ ശരിയായ അവൻ എന്നെ കാണാൻ വരാമെന്നാ പറഞ്ഞത്. അതുവരെ ഞാൻ കോവിലകത്ത്. യാമി പറഞ്ഞ് തീരും മുന്നേ അവളെ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി രുദ്രൻ. മറ്റൊരുത്തനെ മനസ്സിൽ വെച്ച് എന്റെ ഭാര്യ പദവി തലയിൽ വെച്ച് നീ കോവിലകത്തേക്ക് വരണ്ട. പണ്ടത്തെ പോലെ ഒരു ഗസ്റ്റ് ആയിട്ട് വേണം വന്നോ. എന്നെ ഭരിക്കാനോ ചോദ്യം ചെയ്യാനോ വരരുത്. എന്റെ ജീവിതം എന്റെ ഇഷ്ടത്തിനാണ്. അതിനി അങ്ങോട്ടും അതുപോലെ തന്നെയാവും. ബാഗിലേക്ക് തുണികൾ അടുക്കി വെച്ചുകൊണ്ട് രുദ്രൻ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നേയുള്ളൂ യാമി. ഇനി അവരുടെ ജീവിതം പുതിയൊരു വഴിത്തിരിലേക്കാണെന്ന് അറിയാതെ അവർ രണ്ടുപേരും നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ദൈവം അവർക്കായി മറ്റൊന്ന് കാത്തു വെച്ചിരുന്നു. സരസ്വതി, ഇന്ന് ദോശ ഉണ്ടാക്കുന്ന കൂട്ടത്തില് ഇത്തിരി ഇടിയപ്പം ഉണ്ടാക്കിക്കോളൂട്ടോ. അടുക്കളയിലേക്ക് വന്ന് മുത്തശ്ശി പറയുമ്പോൾ ചട്നിക്ക് അരയ്ക്കാനുള്ള തേങ്ങയും എടുത്ത് അകത്തേക്ക് വന്നവർ ബഹുമാനത്തോടെ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് തലയാട്ടി. രുദ്രൻ കുഞ്ഞു വന്നോ തമ്പുരാട്ടിയമ്മേ? തേങ്ങ രണ്ടായി മുറിച്ച് ആ വെള്ളം ഗ്ലാസ്സിലേക്ക് പകർന്നതിനിടെ പുഞ്ചിരിയോടെ അവർ ചോദിച്ചു. കാരണം ആ വീട്ടിൽ ഇടിയപ്പം ഏറ്റവും ഇഷ്ടം അവനാണെന്ന് എല്ലാവർക്കും അറിയാം. അവൻ കഴിക്കാനുണ്ടെങ്കിലേ ഇടിയപ്പം ഉണ്ടാക്കാൻ തമ്പുരാട്ടിയമ്മ പറയൂ. ഉവ്, ഇന്നലെ പാതിരാത്രിക്ക് രണ്ടും കയറി വന്ന് ഉറങ്ങുവാണ്. ഉറങ്ങട്ടെ, ക്ഷീണം കാണും. അവരൊരു പുഞ്ചിരിയോട് പറയുമ്പോൾ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പേരക്കുട്ടിയെ കണ്ട എല്ലാ സന്തോഷവും അവരുടെ മുഖത്തുണ്ടായിരുന്നു. ഇന്ദ്രൻ തമ്പുരാനും സീതമ്മയും എണീറ്റു തമ്പുരാട്ടിയമ്മയെ. മുറ്റടിച്ചു വാരി കയ്യും മുഖവും കഴുകി വന്ന സരസ്വതിയുടെ പേരക്കുട്ടി മീനാക്ഷി കുഞ്ഞൊരു ചിരിയോടെ ചോദിച്ചതും ആ സീത സ്കൂളിൽ പോവാ ഒരുങ്ങുവാ. ഇന്ദ്രൻ ഇന്നലെ എറണാകുളത്തേക്ക് പോയതല്ലേ, വന്നിട്ടില്ല. അല്ല, പരീക്ഷ കഴിയും വരെ നിന്നെ ഇവിടെ കണ്ടുപോകരുത്, ഇരുന്ന് പഠിച്ചോളണം എന്ന് പറഞ്ഞതല്ലേ സീത. എന്നിട്ട് നീ എന്താ ഇവിടെ? മീനാക്ഷിയെ നോക്കി കണ്ണു കൂർപ്പിച്ചൊരു നോട്ടത്തോടെ തമ്പുരാട്ടിയമ്മ ചോദിച്ചതും അവള് പഠിക്കുന്നൊക്കെ ഉണ്ട് തമ്പുരാട്ടിയമ്മേ. സീതക്കുഞ്ഞിനെ പോലെ ഒരു ടീച്ചർ ആവണമെന്ന അവൾക്ക്. ഇപ്പൊ സീതക്കുഞ്ഞിനോട് എന്തൊക്കെയോ സംശയം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് കൂടെ കൂടിയതാ. അപ്പൊ ഞാനാ പറഞ്ഞത് ആ മുറ്റൊന്ന് അടിച്ചു വാരിയിടാൻ. സരസ്വതി അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും ഒരു ചിരിയോടെ അവിടെ നോക്കി അവർ. സരസ്വതി ഓരോ നാട്ടുവിശേഷവും കാര്യങ്ങളും പറഞ്ഞങ്ങനെ അവരുടെ ജോലി ചെയ്യുമ്പോൾ എല്ലാം കേട്ടൊരു ചിരിയോടെ അവിടെ തന്നെ തമ്പുരാട്ടിയമ്മ നിന്നു. അമ്മേ, ഞാൻ ഇറങ്ങുവാ.
അകത്തുനിന്ന് ധൃതിയിലുള്ള സീതയുടെ ശബ്ദം കേൾക്കെ ഒരുക്കി വെച്ച എല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെക്കാനുള്ള വെപ്രാളത്തിലായി സരസ്വതിയും മീനാക്ഷിയും. ധൃതിയിൽ മുറിയിൽ നിന്നും വരുന്ന സീത കാണുന്നത് തന്നെ നോക്കി ചിരിച്ചു നിൽക്കുന്ന മീനാക്ഷിയാണ്. കറുത്തൊരു പാവാടയും അതിനോട് ചേരും പോലെ ഒരു ചുവന്ന ബ്ലൗസുമാണ് അവളുടെ വേഷം. നെറ്റിയിൽ ഒരു കുഞ്ഞു കറുത്ത പൊട്ടും കഴുത്തിൽ അരപ്പയനോട് തോന്നിക്കുന്ന ഒരു സ്വർണ്ണമാലയുമുണ്ട്. ആ മാല +2 ഫുൾ A+ കിട്ടിയപ്പോൾ സീത വാങ്ങിച്ചു കൊടുത്താണ്. മീനാക്ഷിയോട് ഞാൻ എക്സാം കഴിയും വരെ ജോലിക്കൊന്നും വരരുതെന്ന് പറഞ്ഞതല്ലേ? അല്പം ദേഷ്യവും ഗൗരവവും കലർന്നിരുന്നു സീതയുടെ ശബ്ദത്തിൽ. മീനാക്ഷിയെ കാണുമ്പോൾ എല്ലാം പണ്ടത്തെ ആ സീതയെ ഓർമ്മ വരും അവൾക്ക്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും സീതയ്ക്ക് മീനാക്ഷിയോടുണ്ട്. അതുകൊണ്ട് അവളെ വഴക്ക് പറയാനും ശാസിക്കാനുള്ള അധികാരവും സീതയ്ക്ക് തന്നെ. അത് ഞാൻ സീതമ്മയെ കാണാൻ ഒരു ഡൗട്ട് ചോദിക്കാൻ ഈ നേരത്തോ? അപ്പോ എനിക്ക് സ്കൂളിലേക്കൊന്നും പോകണ്ടേ? സംശയം ചോദിക്കാനൊക്കെ വൈകുന്നേരം വന്നാൽ മതിയെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ കുട്ടി? എന്തേലും കഴിച്ചിട്ട് കോളേജിൽ പോവാൻ നോക്ക്. എന്നിട്ട് ബുക്സ് ഫുൾ എടുത്ത് വൈകുന്നേരം ഇങ്ങ് വാ. അതിന് എനിക്കിത് കോളേജിലെ സീതമ്മേ, സ്റ്റഡി ലീവാ. ഒരു കൊഞ്ചിലൂടെ മീനാക്ഷി പറഞ്ഞതും എന്നാ ഇവിടെ നട്ടം തിരിയാതെ വല്ലതും പോയി പഠിക്കും മീനുവേ. ടേബിളിലേക്ക് ഇരുന്ന് 2 ദോശ എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചുകൊണ്ട് സീത പറഞ്ഞതും അതനുസരിച്ച പോലെ മെല്ലെ തലയാട്ടി മീനാക്ഷി. നീ വല്ലതും കഴിച്ചോ? മീനാക്ഷിയെ നോക്കി സീത ചോദിക്കുമ്പോൾ സരസ്വതി മീനാക്ഷിയെ നോക്കി കണ്ണുകൾ കൊണ്ട് കഴിച്ചു എന്ന് കാണിക്കാൻ പറയുന്നുണ്ട്. എങ്കിലും മീനാക്ഷി സീതമ്മയെ നോക്കി ഇല്ലെന്ന് തന്നെ തലയാട്ടി. എന്നാ ഇവിടെ ഇരിക്കെ. അവളുടെ കയ്യിൽ പിടിച്ച് തനിക്ക് അടുത്തിരുത്തിക്കൊണ്ട് സീത അവളുടെ അടുത്തേക്ക് ഒരു പ്ലേറ്റ് നീക്കി വെച്ചു. അവൾ യാതൊരു മടിയോ ചമ്മലോ ഇല്ലാതെ സീതയുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. എല്ലാം ഒരു പുഞ്ചിരിയുടെ നോക്കി തറവാട്ടമ്മയും. ഉറക്കമുണർന്ന് ഫ്രഷായി താഴേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന യാമി കാണുന്നത് ആ കാഴ്ചയാണ്. എന്തോ അതൊട്ടും ഇഷ്ടാത്ത പോലെ യാമി മീനാക്ഷി അല്പം ദേഷ്യത്തോടെ നോക്കി. ഓഹോ, ഇവിടെ സെർവൻസും നമുക്കൊക്കെ ഇപ്പൊ ഇരുന്നാണോ ഫുഡ് കഴിക്കാറ്? പുച്ഛത്തോടെ മീനാക്ഷിയെ നോക്കി യാമി ചോദിക്കെ എല്ലാവരുടെയും മിഴികൾ യാമിക്ക് നേരെ നീണ്ടു. വായിലേക്ക് ഒരു കഷ്ണം ദോശ വെക്കാൻ ഒരുങ്ങിയ മീനാക്ഷി ഒരു നിമിഷം യാമി പറയുന്ന കേട്ട് ഒരു പിടച്ചിലോട് സീതയെ നോക്കി. നാളെ ഇന്നതുവരെ തന്നെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല. ദേവ പോലും തന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ദേവയ്ക്കൊപ്പം ഇരുന്ന് സീതാമ്മയ്ക്ക് ഒപ്പം ഇരുന്നും രുദ്രേട്ടനൊപ്പം ഇരുന്നും എല്ലാം താൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവരൊന്നും തന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. വേർതിരിച്ച് കണ്ടിട്ടോ ഇല്ല. പെട്ടെന്ന് അങ്ങനെ കേട്ടതിന് ഞെട്ടൽ ആവോളമുണ്ട് മീനാക്ഷിയുടെ മുഖത്ത്. അവളുടെ മിഴികൾ രണ്ടും നിറഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും അത് കവളിലേക്ക് ഒഴുകിയിട്ടില്ല. സീതയുടെ നോട്ടം അന്ന് ആദ്യമായി യാമിക്ക് നേരെ കൂർത്തു. ഇവിടെ ഇങ്ങനെയാണ് യാമി. പുറത്തൊക്കെ പോയി പഠിച്ചു വളർന്നത് കൊണ്ടാ ഇതൊക്കെ മോശമാണെന്ന് യാമിക്ക് തോന്നുന്നത്. ഇവിടെ ജോലിക്ക് നിന്നിരുന്ന ലക്ഷ്മിയുടെ മകളെ ഇവിടുത്തെ ഇളമുറത്തമ്പുരൻ താലി കെട്ടിക്കൊണ്ടുവന്നപ്പോ 2 കൈ നീട്ടി സ്വീകരിച്ചതാ ഈ നിൽക്കുന്ന തമ്പുരാട്ടിയമ്മ. പിന്നെ പിന്നെ സമയം കിട്ടപ്പോ അച്ഛന്റെ അമ്മയുടെ ലവ് സ്റ്റോറി കേൾക്കുന്നത് നല്ലതാ. യാമിയെ നോക്കി അത്രയും പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ മീനാക്ഷിയുടെ പ്ലേറ്റിലേക്ക് ഒരു ദോശ കൂടെ ഇട്ട് കൊടുത്തിരുന്നു സീത. എല്ലാവർക്കും മുന്നിൽ നാണം കെട്ടതുപോലെ നിൽക്കുന്ന യാമിയെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ സീത പുറത്തേക്ക് നടക്കുമ്പോൾ യാമിയെ നോക്കാതെ പ്ലേറ്റും അടുത്ത് അടുക്കളയിലേക്ക് നടന്നു മീനാക്ഷി. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതും വെറുതെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് അതിന് റിസൾട്ടിന് വേണ്ടി അവന്റെ ഏറ്റവും വലിയ സുഹൃത്തിന് മുന്നിലായി ഇരിക്കുകയാണ് ഋഷി. ദിയ, താൻ താൻ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് ഞാൻ മുന്നിലെ പേപ്പേഴ്സിലേക്ക് നോക്കിയൊരു പതർച്ചയോടെ ഋഷി ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ഇരുന്നേ ഉള്ളൂ ഡോക്ടർ ദിയാകൃഷ്ണൻ. ഐ ആം സോറി ഋഷി, ദിസ് ഇസ് ട്രൂ. തനിക്ക് ഒരിക്കലും ഒരു അച്ഛനാവാൻ കഴിയില്ല. ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള കഴിവ് തനിക്കില്ല. ദിയയുടെ ഓരോ വാക്കുകളും തന്റെ കാതിൽ വീണ്ടും വീണ്ടും മുഴങ്ങും പോലെ തോന്നി ഋഷിക്ക്. ശരീരം മുഴുവൻ തളരും പോലെ അവന്റെ ശരീരമാകെ വെട്ടി വിയർത്തു. മുഖം അമർത്തി തുടച്ച് കണ്ണുകൾ മുറുകെ അടച്ചവൻ കുറച്ചു സമയം ഒന്നും മിണ്ടാതെ ഇരുന്നു. കണ്ണിലും മനസ്സിലും ആ ഒരുവളുടെ മുഖം തെളിഞ്ഞു വന്നു. അവളുടെ നിഷ്കളങ്കമായ മുഖവും ചിരിയുമെല്ലാം ഉള്ളിൽ അങ്ങനെ നിറയുന്നു. എത്ര പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടും കണ്ണുകൾ രണ്ടും ചുവന്നു. കണ്ണുനീരിനാൽ മുന്നിലെ കാഴ്ച മറയുന്നു. ഏയ്, ടേക്ക് ഇറ്റ് ഈസി മാൻ. നമ്മളൊക്കെ ഡോക്ടേഴ്സ് അല്ലേ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഋഷിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് ദിയ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ അതേ ഇരിപ്പിരുന്നേയുള്ളൂ അവൻ. ചുറ്റും നടന്നൊന്നും അറിയാതെ, ദിയ പറയുന്നൊന്നും കേൾക്കാൻ പോലും കഴിയാതെ അവൻ കണ്ണുകൾ അടച്ചങ്ങനെ ഇരുന്നു. മനസ്സിൽ ഇനി മുന്നോട്ടുള്ള ജീവിതവും അവന്റെ പ്രാന്റെ മുഖവും മാത്രം. സിത്തു അമ്മേ. ദേവയുടെ ഒട്ടും ഊർജമില്ലാത്തൊരു വാടി ശബ്ദം കാതിൽ പതിഞ്ഞതും അടുത്തിരുന്ന രോഗിക്ക് മരുന്ന് എഴുതി കൊടുത്ത് നേഴ്സിനോട് കുറച്ചു സമയത്തിന് ആരെയും കയറ്റി വിടണ്ട എന്ന് പറഞ്ഞ് ഡോക്ടർ സിത്താര കസേരയിലേക്ക് നിവർന്നിരുന്നു. ആ പറ മോളെ, എവിടെയാ? ബസ് കിട്ടിയില്ലേ നിനക്ക്? സ്നേഹത്തോടെ ദേവിയോട് ചോദിക്കുമ്പോൾ സീതമ്മയോളം സ്നേഹവും കരുതലും സിത്തുമ്മയിലും ഉണ്ടായിരുന്നു. ഞാൻ കോളേജിൽ നിന്നിറങ്ങുന്നേ ഉള്ളൂ സിത്തുമ്മേ. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. കോളേജ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങുന്നിടെ ചുറ്റുമൊന്നും കണ്ണോടിച്ചുകൊണ്ട് ദേവ പറഞ്ഞതും ഈ നേരത്തെ എന്താ അവൾക്ക് പറയാനുള്ളെന്ന പോലെ നെറ്റി ചുളിച്ചു സിത്തു.